ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളുടെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. ഇന്ന് തന്നെ സ്പോൺസർ ചെയ്യുന്ന പുള്ളിയാണ്. ഫുൾ സ്പോൺസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവായിരിക്കും. അമീർ എളമരം എന്ന് പറഞ്ഞിട്ടുള്ള ചാനല്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളിപ്പോ അപ്പുറത്തൊരു പെർഫ്യൂം ഹൗസ് ഉണ്ട്, അവിടെ കയറാനുള്ള പ്ലാനാണ്. അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ മ്യൂസിയത്തിൽ നിന്നൊക്കെ കണ്ട് ഇറങ്ങി ഇവിടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പഴയ ഒരു കാലത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഹൗസ് ഓഫ് പോയട്രി, അണ്ടർ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇവിടെ പിന്നെ അപ്പുറത്ത് നല്ല എന്താ പറയാ ഫെറിയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. പറ്റാതെ നമുക്കൊന്ന് ബോട്ടിലൊക്കെ ഒന്ന് കയറി നോക്കാം. വെയിലൊന്നും ഇല്ല, എന്നാലും കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. കാണാണ് ഷെയ്ഖ് സായിദ് അൽ മക്തൂം ഹൗസ്. പഴയ വീടാ തോന്നുന്നുണ്ട്. എനിക്ക് എന്ത് രസാ, കൺസ്ട്രക്ഷൻ രക്ഷയില്ല. ഗൈസ്, ഇപ്പൊ നമ്മള് ഷെയ്ഖ് സായിദിന്റെ അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇത് വീടാണ്, ഒറിജിനൽ ആള് ജനിച്ചു വളർന്ന വീടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു പഴമയുടെ ഒക്കെ ഒരു ഫീലാണ്. കുറച്ച് ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചല്ല, കൂടുതലുണ്ട് ഞങ്ങളടക്കം. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തൂടെ നടക്കുന്ന പോലെയാണ്. അതായത് ഇത് കണ്ട പഴയ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്, തേച്ചിട്ടൊന്നുമില്ല. വേറെ ഏതോ ഒരു സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്താണെന്നറിയില്ല, സംഭവമൊക്കെ നൈസാണ്. കാണുമ്പോൾ എന്തോ ഒരു ഗൃഹാതുരത്തോ എന്തൊക്കെയോ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ അമീർക്ക് അവിടെ എന്തൊക്കെയോ വീഡിയോ എടുത്ത് കയറി വരുന്നുണ്ട്. എവിടെ കാണില്ലല്ല. മാരകമായിട്ടുള്ള വീഡിയോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മളുടെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം തുടങ്ങാണ്. ആദ്യമായിട്ട് ഒരു ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അയ്യോ, ഒരു കഫ്തീരിയ അതിന്റെ സൈഡിലുള്ളടത്താണ് നിൽക്കുന്നത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, ഏരിയ അടിപൊളിയാണ്. അപ്പോ നമ്മളങ്ങനെ ഫെറിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനത്തിൽ കയറിയിട്ടാണ് അപ്പുറത്തോട്ട് പോകേണ്ടത് അല്ലേ? കാണില്ല, ഇരുട്ടാണ്. അതിമനോഹരമായ ഒരു ക്യൂവിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറാവുന്നതാണ്. ഇപ്പൊ കയറാനുള്ള പ്ലാനാണ്. കൂടെ ഇരുന്നാലോ? സീറ്റ്
അങ്ങനെ മച്ചന്മാരെ നമ്മളുടെ യാത്ര തുടങ്ങാണ്. അത് കുഴപ്പമില്ല, ഇതില് നമ്മളുടെ യാത്ര ഇങ്ങനെ തുടങ്ങാണ്. അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്, എത്രത്തോളം കേൾക്കേണ്ടത് എനിക്കറിയില്ല. അപ്പൊ ഇനി ഇതിലുള്ള നല്ല അടിപൊളി വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കാം. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ട്. സൂപ്പർ പ്ലേസ് ആണ്. നിങ്ങളെ വ്യൂ ഒക്കെ കാണിച്ചു തന്നല്ലേ. ഒരുപാട് ടൂറിസ്റ്റുകൾ ചുമ്മാ കയറേണ്ടി പോകുന്നുണ്ടല്ലേ, ട്രാവൽ ചെയ്യാനല്ലാണ്ട് നമ്മളെ പോലെ. കാരണം ഇത് ഒരു ഒരൊറ്റ ദൂരം കൊടുത്തു കഴിഞ്ഞാൽ വളരെ, കാരണം ഇത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല, ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടാൽ അറിയാം അടിപൊളി സംഭവമാണ്. സംഭവം നൈസാണ്. നമ്മളുടെ അമേരിക്ക പൈസ കൊടുക്കാൻ നിൽക്കാണ്. 2 ദിറംസ് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ. ഇപ്പൊ ബോട്ട് എത്തി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടല്ലേ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട്. അതെ. ആ എന്തായാലും നല്ല നമ്മള് നേരെ സൈഡിലെത്തി. നല്ല കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ലൈറ്റിന്റെ പ്രശ്നമുള്ളായിരുന്നേ, എങ്ങോട്ട് ക്യാമറ തിരിക്കണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടണല്ല. എന്റെ പിറകിൽ കാണുന്ന പെട്ടികള് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒമാനിക്കും അവിടേക്കും ഇവിടേക്കൊക്കെ പോകുന്ന ഉരുകളാണ് ഈ കാണുന്നത്. സൈഡിലുണ്ട ബോട്ടുകളുണ്ട്. അപ്പോ അവിടേക്കുള്ള സാധനങ്ങള് പാക്ക് ചെയ്ത് വെച്ചേക്കണത്, അതായത് എക്സ്പോർട്ടിങ് പരിപാടി. യെസ്, അതേപോലെ തന്നെ ഇമ്പോർട്ടിങ്ങും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എക്സ്പോർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇന്ന് അമേരിക്ക നമ്മളെ സ്പോൺസർ ചെയ്ത് കാര്യങ്ങളൊക്കെ അടിപൊളി ഉഷാറായി. എന്താ പറയാ, 2 വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. ഒന്ന് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം, അല്ലാതെ ചിലപ്പോൾ ഇത് ആദ്യം അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ അത് ആദ്യം അപ്ലോഡ് ചെയ്യും, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എടുക്കണ എന്തായാലും അതിനൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് എന്താ പറയാ, ഇവിടുത്തെ 1 രൂപയുടെ എന്താ പറയാ ഫെറി, 1 രൂപയുടെ ഈ കാണുന്ന മറ്റേ കനാൽ, ഈ ക്രീക്ക്, ഇത് ക്രോസ് ചെയ്യാൻ 1 ദിറംസ് വെച്ചിട്ടില്ല. അതാണ് നമ്മൾ കണ്ടത്. അതാണ് നമ്മളുടെ ഒരു ഇത്. അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോയുടെ ഒരു ആകത്തുക. പിന്നെ കുറച്ച് മ്യൂസിയം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതാണ് മെയിൻ അല്ലെ. അത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോ ഈ ഫെറി യാത്രയും ഈ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ചാനൽ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. വില്ലൻ ചുമയൊന്നുമല്ല. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താന്ന് വെച്ചാൽ ചെയ്യുക. അപ്പൊ അമീർ ഇളമരം എന്ന് പറഞ്ഞ ചാനലാണ് നമ്മളുടെ. അതെ, കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത്. പെട്ടെന്ന് തടി കുറക്കുക, അങ്ങനെ പരിപാടികളാണ്. തടി കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? നല്ലോണം ഭക്ഷണം കഴിച്ചാൽ മതി. ഞാൻ എന്റെ കഴിക്കൽ കണ്ടില്ല, ഇതൊന്നും മനസ്സിലായില്ലേ? ഇതൊന്നുമില്ല. LCHF എന്ന് പറയും, ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതെല്ലാം ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്.